നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. പ്രഥമ ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യ 12 സ്വർണവും 11 വെള്ളിയും 7 വെങ്കലവുമായി രണ്ടാം സ്ഥാനത്ത്. ഡീസൽ പ്രതിസന്ധി തുടരുന്നു. KSRTCയുടെ 3-1 ബസ്സുകളും കട്ടപ്പുറത്തേക്ക്. കേരളത്തിന്റെ നന്മയെ കണ്ടെത്തുവാനുള്ള കഴിവ് യുവാക്കൾക്കുണ്ടാകണമെന്ന് ഓർത്തഡോക്സ് നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പോലീത്ത. അഖില മലങ്കര യുവജന വാരാഘോഷത്തിനും 3ാമത് വാർഷിക സമ്മേളനത്തിനും സമാപനമായി. വിശദമായ വാർത്തകളിലേക്ക്. പ്രഥമ ഏഷ്യൻ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്തെത്തി. ആതിഥേയരായ മലേഷ്യയാണ് ചാമ്പ്യന്മാർ. സ്വർണ്ണവേട്ടയിൽ മലേഷ്യയും ഇന്ത്യയും ഒപ്പത്തിനൊപ്പമാണെങ്കിലും വെള്ളി മെഡലുകളുടെ എണ്ണത്തിൽ ഇന്ത്യയെ മലേഷ്യ പിന്തള്ളുകയായിരുന്നു. 12 സ്വർണവും 11 വെള്ളിയും 7 വെങ്കലവുമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഏറ്റവും ഒടുവിൽ നടന്ന ആൺകുട്ടികളുടെ റിലേ മത്സരത്തിലെ സ്വർണ്ണ നേട്ടമാണ് മലേഷ്യയെ കിരീട നേട്ടത്തിന് അർഹരാക്കിയത്. മെഡൽ പട്ടികയിൽ തായ്ലൻഡിനും പുറകിലായിരുന്നു ഇന്ത്യ. ഇന്ത്യയുടെ മെഡൽ വേട്ടയിൽ നിർണായക പങ്ക് വഹിച്ചത് മലയാളികളാണ്. 12 മലയാളികളാണ് ടീമിലുള്ളത്. ഡീസൽ പ്രതിസന്ധി മൂലം KSRTC ബസ്സുകളുടെ 3-1 കട്ടപ്പുറത്തേക്ക്. സ്വകാര്യ പമ്പുകളിൽ നിന്നും ഡീസൽ നിറയ്ക്കുവാനുള്ള അനുമതി ഇതുവരെ ഡിപ്പോകൾക്ക് നൽകാത്തതാണ് കാരണം. സംസ്ഥാനത്തുടനീളം KSRTC ഡിപ്പോകളിൽ കഴിഞ്ഞ 2 ദിവസമായി ഡീസൽ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിപ്പോകളിലെ ഡീസലിന്റെ സ്റ്റോക്ക് പല സ്ഥലങ്ങളിലും തീരാറായി. KSRTCയെ മാത്രം ആശ്രയിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് ഏറെ യാത്രാക്ലേശമുണ്ടാക്കും. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ലോക്കൽ സർവീസുകളെയും അന്തർ സംസ്ഥാന സർവീസുകളെയും ഇത് സാരമായി ബാധിക്കും. കഴിഞ്ഞ 5 ദിവസമായി അധിക വില നൽകിയാണ് ഡീസൽ വാങ്ങുന്നത്. 6 കോടിയിലധികം രൂപയാണ് ഇതുമൂലം KSRTCക്ക് അധികം ചെലവായത്. ചർച്ചകളുടെയും സാങ്കേതിക പ്രശ്നങ്ങളുടെയും പേരിൽ ഉന്നത ഉദ്യോഗസ്ഥർ അനുമതി നൽകാൻ വൈകുന്നതാണ് കാരണമെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു. കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെ കീഴിൽ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന MSME ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന ഏകദിന സംരംഭത്വ പ്രോത്സാഹന ക്യാമ്പ് ഏഴിക്കാട് കമ്മ്യൂണിറ്റി ഹാളിൽ സെപ്റ്റംബർ 24 രാവിലെ 10 മണിക്ക് നടക്കും. പട്ടികജാതി വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരംഭത്വ മികവ് പ്രകടിപ്പിക്കുന്നവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ക്യാമ്പ്. പ്രവേശനം സൗജന്യമായിരിക്കും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. കേരളത്തിന്റെ നന്മയെ കണ്ടെത്തുവാനുള്ള കഴിവ് യുവാക്കൾക്കുണ്ടാകണമെന്ന് നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പോലീത്ത പറഞ്ഞു. കേരളത്തിൽ ജോലി സാധ്യതകൾ കണ്ടെത്തുവാൻ യുവാക്കൾക്ക് കഴിയണമെന്നും മെത്രാപ്പോലീത്ത പറഞ്ഞു. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്ന കേരളത്തിന്റെ നന്മയെ കണ്ടെത്തുവാൻ യുവാക്കൾക്ക് കഴിയണമെന്ന് ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പോലീത്ത അഭിപ്രായപ്പെട്ടു. വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിലും കേരളത്തിലെ ജോലി സാധ്യതകളെ കണ്ടെത്തുവാൻ കഴിയണമെന്നും ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം, യുവജന വാരാഘോഷം എന്നിവയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭവന നിർമ്മാണ പദ്ധതിയുടെ അവതരണം OCYM വൈസ് പ്രസിഡന്റ് റവറൻ ഫാദർ മാത്യൂസ് ടി ജോൺ നടത്തി. ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനം രാജു എബ്രഹാം MLA നിർവഹിച്ചു. ഭവന നിർമ്മാണ പദ്ധതി ഫണ്ട് OCYM ട്രഷറർ പിനൂറ്റി മാത്യൂസ് സ്വീകരിച്ചു. OCYM ജനറൽ സെക്രട്ടറി റവറൻ ഫാദർ PY ജസൻ, റവറൻ VT ജോസഫ് കോർ എപ്പിസ്കോപ്പ മഠത്തിലേത്ത്, നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ, OCYM വൈസ് പ്രസിഡന്റ് ഫാദർ TK തോമസ്, OCYM കേന്ദ്ര സെക്രട്ടറി തോമസ് വർഗീസ്, അഡ്വക്കേറ്റ് ജെയിംസ് കരിങ്ങാട്ടിൽ, അനിൽ ETC, അനു വർഗീസ്, ബിബിൻ മാത്യൂസ് തുടങ്ങിയവർ സംസാരിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യങ്ങളില്ലെങ്കിലും അങ്ങനെയുള്ള പല നല്ല കാര്യങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നതിലേക്കൊക്കെ നമ്മൾ ഒന്നുകൂടെ തിരിയണം. ഇന്ന് എല്ലാവരും നമ്മൾ സാധുക്കളെ സഹായിക്കണം എന്നുള്ള നല്ല ചിന്തയോടുകൂടെ പ്രവർത്തിക്കുന്നെങ്കിലും കഷ്ടപ്പെടാം. ഇപ്പോൾ സ്റ്റാൻഡിൽ ചെന്ന് 1 വീക്ക് ഒന്ന് കഴിയുക, ക്ലീൻ ചെയ്താൽ 4 പേര് കാണുമല്ലോ, അപ്പോൾ ഒന്ന് പോയാൽ എന്താണെന്ന് വിചാരിച്ച് കുറച്ച് പേര് പോയെന്നിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രചാരണം നമുക്കൊരു പരസ്യം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാകല്. ആ
നമുക്ക് ആരെയൊക്കെ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയും. നമ്മുടെ യൗവനത്തിൻ്റെ ഒരു പ്രസരിപ്പുള്ള കാലത്ത് മാത്രമേ അതൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെയുള്ള ചിന്തകളോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് സ്നേഹത്തോടെ എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്. നമ്മുടെ ഇടവകളിലും നമ്മുടെ പരിസരത്തിലൊക്കെ നമ്മൾ ഒരുമിച്ച് കുഞ്ഞുങ്ങൾ കൂടി അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടി അങ്ങനെ പല നല്ല കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഈയിടെ അവിയൽ തിരുമനസ്സുകൊണ്ട് നിലയ്ക്കൽ ഭദ്രാസനത്തിലെ വെള്ളയിലുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ അച്ഛന്മാരെയും വിളിച്ചു, ചെറുപ്പക്കാരെയും വിളിച്ചു. അവിടെ നമുക്ക് കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട്. അവിടെ ആൽബീസിയ വെച്ചു, കിളച്ച് കപ്പയിട്ടു. ആ കപ്പ പിഴുത് ഞങ്ങൾ ആ കപ്പ പാകം ചെയ്ത് കഴിച്ചു. അതൊക്കെ എന്നും ഓർക്കത്തക്ക ചില കാര്യങ്ങളാണ്. അഖില മലങ്കര പ്രസ്ഥാനത്തിൻ്റെ യുവവാരത്തിൻ്റെ സമാപനം ഈ നിലയ്ക്കൽ ഭദ്രാസനത്തിൽ വെച്ച് ചെറിയ ഭദ്രാസനമെങ്കിലും വർത്തമാനങ്ങളുടെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായി ഭദ്രാസനം വെച്ച് നടത്തുവാനും ദൈവം ചൊരിയുന്ന കൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി തീരുമാനമെടുത്ത യുവപ്രസ്ഥാന കേന്ദ്ര ഭാരവാഹികൾ വൈദികരുൾപ്പെടെയുള്ള എല്ലാവരോടും തിരുമേനി ഓർപ്പിച്ച പോലെ ഭദ്രാസനത്തിന് വേണ്ടി ശുശ്രൂഷ എന്നതിൽ നന്ദി അർപ്പിക്കുന്നു. ഈ അനുഗ്രഹീതമായ ഈ സമ്മേളനത്തിൽ വെച്ച് ഏറ്റവും അതിശ്രേഷ്ഠമായ ഭവന നിർമ്മാണ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഏറ്റവും ബഹുമാനരായ രാജീവ് എബ്രഹാം എം.എൽ.എ. അവർ. ഇവിടെ 10ഓളം ഭവനങ്ങൾ ഈ പ്രസ്ഥാനം കേന്ദ്ര ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച ഈ പദ്ധതി, ഈ ചെറിയ ഭദ്രാസനത്തിൽ വെച്ച് ആരംഭിച്ച പദ്ധതിയുടെ ആദ്യ ഭവനം തീർച്ചയായും നിലയ്ക്കൽ ഭദ്രാസനം തരുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. യുവജന പ്രസ്ഥാനം എന്ന തരത്തിൽ ഒരു പ്രവർത്തനം ആരംഭിക്കുന്നു. അതിനുള്ള ശ്രമങ്ങൾ പല മേഖലകളിലായി ഒറ്റയ്ക്കും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ പ്രസ്ഥാനത്തെ ക്രോഡീകരിച്ച് സഭാതലത്തിൽ ഒരു സംഘടനയായി രൂപീകരണമാകുന്ന 1936 നമുക്ക് അറിയാവുന്നതുപോലെ പുത്തൻകാവിൽ കൊച്ചു തിരുമേനി പ്രസിഡന്റായി, പിന്നീട് ദാനിയേൽ മാർ ഫിലിക്സിനോസായി വാഴിക്കപ്പെട്ട പി. ദാനിയേലച്ചൻ സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ചു. സിറ്റി ന്യൂസ് റാന്നി. അക്രമവും അനീതിയും വർദ്ധിച്ചു വരുന്ന സമൂഹത്തിൽ നല്ല പാഠങ്ങൾ പകർന്നു നൽകുവാൻ യുവാക്കൾ മുന്നോട്ട് വരണമെന്ന സന്ദേശം പകർന്നുകൊണ്ട് അഖില മലങ്കര 3ാമത് വാർഷിക സമ്മേളനം സമാപിച്ചു. വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന അവയവദാന പദ്ധതിയുടെ ഉദ്ഘാടനം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഫാദർ ഡേവിഡ് ചിറമേൽ നിർവഹിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ 3ാമത് വാർഷിക സമ്മേളനവും ഭവന നിർമ്മാണ പദ്ധതിയുടെയും അവയവദാന പദ്ധതിയുടെയും ഉദ്ഘാടനവും യുവജന വാരാഘോഷ സമാപന സമ്മേളനവും നടന്നു. വാർഷിക സമ്മേളനം അഭിവന്ദ്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. ഫാദർ ടി കെ തോമസ് തറയത്ത് അധ്യക്ഷനായിരുന്നു. അവയവദാന പദ്ധതിയുടെ ഉദ്ഘാടനം കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിഡ് ചിറമേൽ നിർവഹിച്ചു. കലാമത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനി നിർവഹിച്ചു. ഫാദർ എബി വർഗീസ്, ഫാദർ ഒ എം ഷമുവൽ, അഡ്വക്കേറ്റ് മാത്യൂസ് മാടത്തേത്ത്, കെ എബ്രഹാം, എം ജെ ഗീവർഗീസ്, റോബി പി കുര്യൻ, സൂസൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് റാന്നി. ഡീസലിന്റെ സബ്സിഡി വെട്ടിക്കുറച്ച് KSRTCയുടെ ഷെഡ്യൂളുകൾ നിർത്തലാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചും KSRTCയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും ഡിവൈഎഫ്ഐ പത്തനംതിട്ട KSRTC ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് PR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MB സഞ്ജു, സംഘേഷ് ജി നായർ, S അസീസ്, അനീഷ് വിശ്വനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. മഴവില്ലിന്റെ
ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. അഖില കേരള ബാലജന സഖ്യം റാന്നി മേഖലയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വ പരിശീലനം നടന്നു. സഖ്യം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നിതിൻ മണക്കാട്ടുമണ്ണിൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഖില കേരള ബാലജന സഖ്യം റാന്നി മേഖലയുടെ നേതൃത്വ പരിശീലനം റാന്നിയിൽ നടന്നു. റാന്നി സുരേഷ് ഹോട്ടൽ മിനി ഹാളിൽ നടന്ന പരിശീലന ക്യാമ്പ് ബാലജന സഖ്യം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നിതിൻ മണക്കാട്ടുമണ്ണിൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് നിവ്യ മേരി അധ്യക്ഷത വഹിച്ചു. ശങ്കരചട്ടന്റെ പ്രതിനിധി ലളിത് രാജപ്പാത്തോട്ടം സന്ദേശം നൽകി. SMC ഡയറക്ടർ റേ നെടുവേലിൽ VK രാജഗോപാൽ എന്നിവർ ക്ലാസുകളെടുത്തു. നേതാവെന്ന് പറയുമ്പോൾ ഒരിക്കലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവോ അല്ലെങ്കിൽ ഒരു IAS-കാരനോ IPS-കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ മാനേജരോ ഡയറക്ടറോ ആയിട്ടൊന്നും ഇരുന്നാലൊന്നും വല്ല നേതാവാകുന്നു. ഏതൊരു കാര്യം നിങ്ങളെ ഏൽപ്പിക്കുന്നു ആ കാര്യം വൃത്തിയായിട്ടും ഭംഗിയായിട്ടും കൃത്യതയോടും കൂടി ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായ രീതിയിൽ അത് അവതരിപ്പിക്കുവാനും ചെയ്യുവാൻ നിങ്ങൾ കഴിയുന്നുവെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരിലും നേതൃശേഷിയുണ്ട്. ആ നേതൃശേഷിയെ വളർത്തിയെടുക്കുവാൻ കഴിയണം. നേതൃശേഷി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഏത് മണ്ഡലത്തിലായാലും വിജയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പലരുടെയും മനസ്സിലൊരു ചോദ്യം ഉണ്ടായേക്കാം, ഞാൻ നേതാവായിട്ട് എന്ത് ചെയ്യാനാണ്? നാളെ നമ്മൾ ഓരോരുത്തരും കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. ഒരു കുടുംബജീവിതം വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അത് നിർവഹിക്കണമെങ്കിൽ ആ കുടുംബത്തിന്റെ ഗൃഹനാഥയ്ക്ക് ആർക്കായാലും ഒരു നേതൃശേഷി ഉണ്ടായിരിക്കണം. ആ നേതൃശേഷിയാണ് ഒരു കുടുംബത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാന ഘടകം. ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തരും നല്ല നേതാക്കന്മാരെ കടന്നു വരുവാനായിട്ട് സാധിക്കട്ടെ. മേഖലാ ബാലികാ വിഭാഗം കൺവീനർ K ദേവികയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ അങ്ങാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B സുരേഷ് സന്ദേശം നൽകി. കൂടി വന്നു വന്നിട്ടുള്ളവരാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു നല്ല സമൂഹത്തിന് വേണ്ടി, ഒരു നല്ല കാഴ്ചപ്പാടിന് വേണ്ടി, ഒരു നല്ല അറിവിന് വേണ്ടി, നല്ല വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വേണ്ടി അഖില കേരള ബാലജന സഖ്യം നൽകിയിട്ടുള്ള ഒട്ടനവധി കാഴ്ചപ്പാടുകൾ നമുക്കറിയാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഇത്രയും കുഞ്ഞുങ്ങൾ ഒരു നല്ല ഭാവിയുള്ളവരായി തീരണം, ഒരു നല്ല മനുഷ്യത്വമുള്ള നല്ല മനുഷ്യരായി തീരണം. കാര്യം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഇന്നിപ്പം ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ തമ്മിൽ തലതിരിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും ബാലജന സഖ്യത്തിലെ കുഞ്ഞുങ്ങൾ നല്ല ആൾക്കാരെ നല്ല നേർവഴിക്കാക്കുവാനും മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയൊക്കെ പോരാടുവാനും ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും നമ്മുടെ ബാലജന സഖ്യം എല്ലാ രീതിയിലും വളരേണ്ടത് വളരെ ആവശ്യമാണ്. സിറ്റി ന്യൂസ് റാന്നി. ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് കൗൺസിൽ ജില്ലാ സെന്ററിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ കരിയർ ഗൈഡൻസ് അധ്യാപകർക്കായുള്ള റിഫ്രഷർ ട്രെയിനിംഗ് പ്രോഗ്രാം തിരുവല്ല ബാലികാമഠം ഹയർ സെക്കൻഡറി സ്കൂളിൽ 24-ാം തീയതി 10 മണി മുതൽ നടക്കുമെന്ന് ജില്ലാ കോർഡിനേറ്റർ ലീലാമ്പ് ജോർജ് അറിയിച്ചു. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. SSI ജില്ലയുടെ പരിധിയിലുള്ള BRC-കളിൽ 5000 രൂപ പ്രതിമാസ വേതനത്തിൽ ഹോം ബേസ്ഡ് വോളണ്ടിയർമാരെ നിയമിക്കുന്നതിന് 23-ാം തീയതി രാവിലെ 10:30 തിരുവല്ലയിലെ SSI ജില്ലാ ഓഫീസിൽ ഇന്റർവ്യൂ നടക്കും. 1992 RCI നിയമപ്രകാരം സ്പെഷ്യൽ എഡ്യൂക്കേഷനിലുള്ള ഡിപ്ലോമയോ ഡിഗ്രിയോ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുമായി എത്തണമെന്ന് അറിയിക്കുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള ബോർഡുകൾ പൊതുജനങ്ങൾ കാണും വിധം സ്ഥാപിക്കുന്നതിന് ഉചിതമായ നടപടി സ്വീകരിക്കുവാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അഡീഷണൽ സെക്രട്ടറി K സദാശിവഭട്ട് DGPക്ക് നിർദ്ദേശം നൽകി. നിര്യാതരായി റാന്നി ഈട്ടിച്ചുവട് ചവറംപ്ലാക്കൽ റിട്ടയർഡ് എബനേസർ ഹൈസ്കൂൾ അധ്യാപകൻ പരേതനായ വർഗീസ് C. ഈട്ടിയുടെ ഭാര്യ അന്നമ്മ നിര്യാതയായി. 91 വയസ്സായിരുന്നു. സംസ്കാരം 25-ാം തീയതി ബുധനാഴ്ച 12:30 ഈട്ടിച്ചുവട് നസ്രത്ത് മർത്തുമ പള്ളിയിൽ നടക്കും. പരേതം മൈലപ്ര കൊച്ചിയിടക്കേതിൽ ഐപ്പുണ്ണിൽ കുടുംബാംഗമാണ്. കുഞ്ഞുമോൻ, അനിയൻ, ലൂസി, ബാബു, സാലി എന്നിവർ മക്കളും
തങ്കമ്മ, കുഞ്ഞുമോൾ, ബാബു, ലാലി, രഞ്ജി എന്നിവർ മരുമക്കളുമാണ്. റാന്നി കേരള എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പളായിരുന്ന റാന്നി ചേത്തക്കൽ ശ്രീപാദത്തിൽ തെക്കേ നെടിയത്ത് TS രാമചന്ദ്രൻ പിള്ള നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം 26-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പ്രഥമ ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യ 12 സ്വർണവും 11 വെള്ളിയും 7 വെങ്കലവുമായി 2ാം സ്ഥാനത്ത്. ഡീസൽ പ്രതിസന്ധി തുടരുന്നു. KSRTCയുടെ 3-1 ബസ്സുകളും കട്ടപ്പുറത്തേക്ക്. കേരളത്തിന്റെ നന്മയെ കണ്ടെത്തുവാനുള്ള കഴിവ് യുവാക്കൾക്കുണ്ടാകണമെന്ന് ഓർത്തഡോക്സ് നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പോലീത്ത. അഖില മലങ്കര യുവജന വാരാഘോഷത്തിനും 3ാമത് വാർഷിക സമ്മേളനത്തിനും സമാപനമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.